ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ പുളി. നമ്മളുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. സോ അതിൻ്റെ ശബ്ദമാണ് കേട്ടോ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുന്നത്. ഈ പുളി വെച്ചിട്ടാട്ടോ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ കൂടെ. ഇങ്ങനെ ഒടിച്ചോട്ടെ. ആ ഫ്രഷ് വേപ്പില. ഹരിസ് ഇതാട്ട നമ്മുടെ സപ്പോർട്ടാമാർ ഇതാട്ട. അവിടുന്ന് ഇത് ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതാണ്ട് നമ്മുടെ സപ്പോർട്ട് ഇത് ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പഴുത്തിട്ടില്ല. ഇവിടെ ഉണ്ട്, കുറേയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ തിന്ന് കഴിയുകയും ചെയ്തു. ഇത് മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. ഇത് കണ്ട ഉണ്ടായി കിടക്കുന്നത് കണ്ട. ഇതാണ് നമ്മുടെ സപ്പോർട്ട. കുറേ ഉണ്ടായിട്ട് നമ്മളുടെ പച്ചക്കുരുമുളക് അതുകൂടെ പറിച്ചോണം. ഇതാ ഏതാ മൂത്ത ഇതാണ് നമ്മളിപ്പോൾ ഈ പറിച്ചതട്ടെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മയാണ് മീൻകറി ഉണ്ടാക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പുളി. ഇതെന്ത് പുളി അമ്മ? ഇത് കുടംപുളി കേട്ടോ. അവിടെ അതായത് കുടംപുളി ഇവിടെ ഉണ്ടാക്കി കിടക്കുന്നത്. പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. നമുക്കത് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറിച്ച പുളി, വേപ്പില, അത് നമ്മുടെ പച്ചക്കുരുമുളക് കണ്ട ഉള്ളി. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ എണ്ണയെല്ലാം ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവിടുക കേട്ടോ. അതെല്ലാം ഏകദേശം ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമ്മുടെ ചെറിയുള്ളി അതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ മെയിൻ താരം ഇരുമ്പമ്പുളി അത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിന് വേണ്ട ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഇനി നമ്മുടെ കറിക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ കറി ഇവിടെ തിളച്ച് മറിയുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനുകളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മത്തിയാണ് കേട്ടോ. അപ്പം മത്തി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആ കറിയിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളിയും അങ്ങനെ നമ്മളുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ.